പരിണയം. രചന അവതരണം മിത്രവിന്ദ. സ്വന്തം ക്യാബിനിൽ നിന്ന് പോയ അക്ഷിതിന്റെ ആ നടപ്പ് ചെന്നെത്തി നിന്നത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് അനന്യ. പതിവില്ലാതെ അക്ഷിതിനെ ഡിപ്പാർട്ട്മെന്റിൽ കണ്ടതും തരുണീമണികളുടെ മുഖത്തൊക്കെ ഒരു പ്രത്യേക ആശ്ചര്യവും കൗതുകവുമായിരുന്നു. കാരണം ഇത്രയും നാള് അവരവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരിക്കൽ പോലും അക്ഷിത് ആ ഡിപ്പാർട്ട്മെന്റിലേക്കൊന്നും നേരിട്ട് ചെല്ലുന്നത് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കൂടുതലും അക്ഷിതിനെ കാണുന്നത് എന്തെങ്കിലും ഫംഗ്ഷൻസോ മറ്റോ ഉള്ളപ്പോഴാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസായിട്ട് അക്ഷിത് പേഴ്സണലായി ആരെയെങ്കിലും ക്യാബിനിലേക്ക് വിളിപ്പിച്ചാൽ. അല്ലാതെ അക്ഷിതിന്റെ ഭാഗത്തു നിന്നും ഡിപ്പാർട്ട്മെന്റ് വിസിറ്റ് ഒന്നും ഇതിനു മുൻപ് ഉണ്ടായിട്ടിരുന്നില്ല. അക്ഷിത് വന്നതറിഞ്ഞ് പെട്ടെന്ന് തന്നെ അനന്യ തന്റെ ക്യാബിനിൽ നിന്ന് പുറത്തേക്കിറങ്ങി വന്നു. ഏട്ടാ, എന്തു പറ്റി? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. അനന്യ അക്ഷിതിനെ കണ്ടതും മറ്റുള്ളവരെ നോക്കി അധികാരഭാവത്തോടെ അവനോട് സംസാരിച്ചു. എന്നാൽ അക്ഷിതിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയ അനന്യയ്ക്ക് കാര്യങ്ങൾ അത്രയ്ക്ക് പന്തിയല്ലെന്ന് മനസ്സിലായി. എന്തു പറ്റിയേട്ടാ? നീ ആരാ എന്റെ PS-നെ ചോദ്യം ചെയ്യാൻ? അതിന് നിനക്ക് എന്ത് റൈറ്റ്സാണ് ഈ കമ്പനിയിലുള്ളത്? പെട്ടെന്ന് അക്ഷിതിന്റെ വായിൽ നിന്നും ആ ചോദ്യം കേട്ടതും അനന്യ വല്ലാതെയായി. അവൾ തങ്ങളുടെ സംഭാഷണത്തിന് കാതു കൂർപ്പിച്ചു നിൽക്കുന്ന സ്റ്റാഫുകളെ പാളി നോക്കി. ആർക്കും മനസ്സിലായിട്ടില്ല എന്താണ് അവിടെ നടക്കുന്നതെന്ന്. അക്ഷിത് ദേഷ്യത്തിൽ അനന്യയോട് സംസാരിക്കുന്നുവെന്ന് മാത്രം അവർക്ക് പിടികിട്ടിയുള്ളൂ. പക്ഷേ അവരെന്താണ് പറയുന്നതെന്ന് ആർക്കും കൃത്യമായി കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഏട്ടാ പ്ലീസ്, എല്ലാവരും ശ്രദ്ധിക്കുന്നു. നമുക്ക് എൻ്റെ ക്യാബിനിലേക്ക് പോയിട്ട് അവിടെ വെച്ച് സംസാരിച്ചാൽ പോരെ? പറ്റില്ല, എനിക്കിപ്പോൾ ഇവിടെ വെച്ച് സംസാരിക്കണം. നീ എന്തിനാ ആരോഹിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? എങ്ങനെയൊക്കെ? എന്താണ് ഏട്ടൻ ഉദ്ദേശിക്കുന്നത്? നോക്കനന്യ, എന്റെ മുമ്പിൽ കിടന്ന് ഉരുണ്ട് കളിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ സംസാരിക്കുന്നത്. എങ്കിൽ ഏട്ടൻ കേട്ടോളൂ. ഞാൻ അവളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് സത്യം തന്നെയാണ്. വന്ന ദിവസം തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്. അവളെയും ഏട്ടനെയും ചേർത്ത് ഈ കമ്പനിയിൽ ഓരോരോ റൂമറുകൾ. എനിക്കത് കേൾക്കുമ്പോൾ കുറച്ച് നാണക്കേടുണ്ട്. നോക്ക്, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അല്ലാതെ കമ്പനിയിൽ ആരെന്നെക്കുറിച്ച് എന്തു പറയുന്നുവെന്നാ ഒരു കാര്യവും നീ ആലോചിക്കണ്ട. നീ ജോലി ചെയ്യുന്നു, ആ ജോലിക്കുള്ള സാലറിയാണ് കമ്പനി നിനക്ക് നൽകുന്നത്. അക്ഷിത് അത്രയും പറഞ്ഞപ്പോൾ അവൾക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയാതെ ആയിപ്പോയി. സോറി ഏട്ടാ, ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അക്ഷിതിന്റെ ദേഷ്യം അതിൻ്റെ എല്ലാ സിയമുകളും ലംഘിച്ചാൽ ഏതറ്റം വരെയും പോകുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ അനന്യ വലിയൊരു പ്രശ്നത്തിന് തിരിതെളിക്കാതെ തന്റെ തെറ്റേറ്റു പറഞ്ഞ് കീഴടങ്ങാൻ തീരുമാനിച്ചു. ഇപ്പൊ പറഞ്ഞ് സോറി ഉണ്ടല്ലോ, അതെന്നോടല്ല പറയേണ്ടത്, ആരോഗ്യോടാണ് പറയേണ്ടത്. ഏട്ടനിതെന്താ പറയുന്നെന്ന് വല്ല ബോധവുമുണ്ടോ? അവൾ കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫ് മാത്രമാണ്. അവളോട് സിഇയോടെ അനീതിയെ ഞാന് സോറി പറയണമെന്നോ? നടക്കില്ല. സിഇയോടെ അനീതിയൊക്കെ അങ്ങ് വീട്ടില്. ഇവിടെ അനന്യ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മാത്രമാണ്. സോ അക്ഷിത് അത്രയും പറഞ്ഞു. അതുകൊണ്ട് അനന്യ ചോദ്യരൂപേണ അക്ഷയെ നോക്കി. തെറ്റ് ചെയ്തത് നീയല്ലേ? അപ്പൊ നിനക്ക് സോറി പറഞ്ഞാൽ എന്താ? നീ ആരോഗ്യോട് സോറി പറഞ്ഞേ പറ്റൂ അനന്യ, അല്ലെങ്കിൽ കമ്പനി നിനക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. ആദ്യമായിട്ടാണ് അക്ഷിതിൽ നിന്നും ഇങ്ങനെയുള്ള സംസാരമൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അനന്യ നേരിയ രീതിയിൽ ഭയന്നിരുന്നു. ഏട്ടാ, ഞാൻ അവളെ പിന്നീട് എപ്പോഴെങ്കിലും കണ്ട് സോറി പറഞ്ഞോളാം. പറ്റില്ല. ഇപ്പോൾ ചെയ്ത തെറ്റിന് ഇപ്പോൾ തന്നെ പറയണം. അല്ലാതെ നിനക്ക് സൗകര്യപ്പെടുമ്പോഴല്ല സോറി പറയേണ്ടത്. ഈ നിമിഷം എന്റെ കൂടെ ക്യാബിനിലേക്ക് വരണം. ആരോഗ്യം അവിടെയുണ്ട്. അവളോട് സോറി പറഞ്ഞിട്ട് ഇനി നീ വർക്ക് കണ്ടിന്യൂ ചെയ്താൽ മതി. തീർപ്പ് കൽപ്പിക്കും പോലെ അക്ഷിതത് പറഞ്ഞപ്പോൾ അനന്യക്ക് തിരിച്ചു പറയാൻ മറുപടി ഇല്ലാതായിപ്പോയി. ഓക്കെ, ഞാൻ വരാം. അതും പറഞ്ഞുകൊണ്ട് അനന്യ അക്ഷിതിനൊപ്പം അവന്റെ ക്യാബിനിലേക്ക് ചെന്നു. പോകുമ്പോഴേ അനന്യക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അഹങ്കാരി! ഞാൻ വന്നതും കണ്ടതും പറഞ്ഞതുമെല്ലാം ഏട്ടൻ വന്നപ്പോ തന്നെ ചെവിയിൽ ഓതി കൊടുത്തിരിക്കുന്നു. വൃത്തികെട്ടവൾ! നിന്നെ ഞാൻ അധികകാലം ഈ കമ്പനി വെച്ച് പൊറപ്പിക്കത്തില്ലടി. അനന്യ മനസ്സിലതും പിറുപിറുത്തുകൊണ്ടാണ് അക്ഷിതിന്റെ ക്യാബിനിലേക്ക് നടന്നത്. ക്യാബിൻ ഡോർ തുറന്ന് ആദ്യം കയറിയത് അക്ഷിതായിരുന്നു. അവനകത്തേക്ക് കയറിയ
കാൽപെരുമാറ്റം കേട്ടപ്പോൾ സിസ്റ്റത്തിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന ആരോഹി അവനെ ഒന്ന് നോക്കി. അക്ഷിത് തൊട്ടു പിന്നാലെ അനന്യയുടെ കൂടെ അക്ഷിതിന്റെ തൊട്ടു പിന്നാലെ അനന്യ കൂടി വന്നതോടെ ആരോഹിയുടെ മിഴികൾ കോർത്തു. അനന്യ മനസ്സില്ലാ മനസ്സോടെ അക്ഷയുടെ നേർക്ക് വീണ്ടും നോക്കി. അവന്റെ കണ്ണുകളിൽ യാതൊരു തരത്തിലുള്ള അലിവും അവൾക്ക് ആ നിമിഷം കണ്ടെത്താനായില്ല. അനന്യ പതിയെ ആരോഹിക്കടുത്തേക്ക് ചെന്നു. തൊട്ടു മുന്നിലേക്ക് അനന്യ വന്ന് നിന്നതും ആരോഹി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. സോറി. ആർക്കാനും വേണ്ടി ഒരു സോറി പറഞ്ഞ് അനന്യ നേരെ നോക്കിയത് അക്ഷയുടെ മുഖത്തേക്കാണ്. ചെയ്ത തെറ്റേറ്റു പറഞ്ഞ് സോറി പറഞ്ഞേ പറ്റൂ. വെട്ടൊന്ന് മുറിരണ്ട് എന്ന് പറയും പോലെ അക്ഷിത് പറഞ്ഞു നിർത്തിയപ്പോ അനന്യ പല്ലു കടിച്ചുകൊണ്ട് ആരോഹിയുടെ നേർക്ക് നോക്കി. ആരോഹി, രാവിലെ തന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് തെറ്റായിപ്പോയി. ഐ എം റിയലി സോറി. അത്രയും പറഞ്ഞുകൊണ്ട് അനന്യ അക്ഷയുടെ ക്യാബിൻ ഡോർ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അക്ഷിത് ആരോഹിയെ നോക്കി. ഇരുമിഴികളും തമ്മിലൊന്ന് കോർത്തു വലിച്ചു. എന്തിനാ സാർ ഇതൊക്കെ? ഒന്നും വേണ്ടിയിരുന്നില്ല. ആരോഹി മെല്ലെ പറഞ്ഞു. തനിക്ക് കമ്പനി സാലറി തരുന്നത് ജോലി ചെയ്യാനല്ലേ? അപ്പൊ താൻ തൽക്കാലം അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ മറ്റുള്ള കാര്യങ്ങളിൽ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. കേട്ടല്ലോ? ഒരുതരം ദേഷ്യത്തോടെ അക്ഷത പറഞ്ഞതും ആരോഹിയും വല്ലാതായിപ്പോയി. സോറി സർ. അവനോട് അത് പറഞ്ഞുകൊണ്ട് ആരോഹി വർക്കിലേക്ക് ശ്രദ്ധ തിരിച്ചു. അതേസമയം സൈലന്റ് ആക്കിയിട്ട അവളുടെ ഫോണിലേക്ക് അർജുന്റെ നിരവധി കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. അതിനൊപ്പം വാട്സപ്പ് മെസ്സേജുകളും. എന്നാൽ ജോലി സമയത്ത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അന്ന് അക്ഷി താക്കീത് ചെയ്തതിനു ശേഷം പിന്നീട് ആരോഹി ജോലി സമയത്ത് ഏറെക്കുറെ അങ്ങനെ ഫോൺ എടുക്കാറേയില്ല. ഏകദേശം ഉച്ചയാകാറായപ്പോഴേക്കും ആരോഹിക്ക് വിശപ്പ് തുടങ്ങിയിരുന്നു. അവൾ വാച്ചിലേക്ക് സമയം നോക്കിയപ്പോഴേക്കും 1 മണിയാകാൻ ഇനി കുറച്ചുകൂടി സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് കണ്ടു. ബോട്ടിലിരുന്ന കുറച്ച് വെള്ളം കുടിച്ച് അവൾ തൽക്കാലത്തേക്ക് വിശപ്പടക്കി. അപ്പോഴാണ് അക്ഷിതിനുള്ള ലഞ്ചുമായി അവന്റെ ഡ്രൈവർ അകത്തേക്ക് വന്നത്. ആരോഹി ലഞ്ച് കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നത് കണ്ടതും അക്ഷിത് അവളെ പിന്നിൽ നിന്ന് വിളിച്ചു. ആരോഹി, ലഞ്ച് കഴിക്കാൻ ഇതിൻ്റെ അകത്ത് സ്പേസ് ഉണ്ട്. അത് കുഴപ്പമില്ല സർ. എൻ്റെ ഫ്രണ്ട് ക്യാൻറ്റീനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ പോയിരുന്ന് കഴിക്കാം. എനിക്കല്പം സംസാരിക്കാനുണ്ടായിരുന്നു. ആരോഹി പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയതും അക്ഷിത് ആരോടെന്നല്ലാതെ പറഞ്ഞു. ആരോഹി കൈകെട്ടി അവന്റെ നേർക്ക് നോക്കിക്കൊണ്ട് നിന്നു. പ്ലീസ്. അക്ഷയ് ചുണ്ടനക്കി. ആരോഹി അപ്പോഴായിരുന്നു ഫോൺ എടുത്തത്. അവൾ ഫോണെടുത്ത് നീലിമയ്ക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടു. ഇന്ന് ലഞ്ച് കഴിക്കാൻ അവൾ വരുന്നില്ലെന്ന് പറഞ്ഞു. ശേഷം അക്ഷിതിനൊപ്പം അവൻ ലഞ്ച് കഴിക്കാനുള്ള സ്പേസിലേക്ക് പോയി. അതിനുള്ളിൽ തന്നെ ലഞ്ച് കഴിക്കാനായി ഒരു ടേബിളും 2 ചെയറുകളും ഇട്ടിട്ടുണ്ട്. അതിലൊന്നിലേക്ക് ആരോഹിയിരുന്നു. ഒപ്പം അവളുടെ ലഞ്ചുമെടുത്ത് പുറത്തേക്ക് വെച്ചു. മറ്റേ ചെയറിലേക്ക് അക്ഷിതിരുന്നപ്പോൾ അവൻ അവന്റെ ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്തു. കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ. കുറച്ച് വെജിറ്റബിൾസ്, കട്ട് ഫ്രൂട്ട്സ്, അത്രമാത്രം. അക്ഷിത് ബോക്സ് തുറന്ന് ഫോർക്ക് വെച്ച് ഫ്രൂട്ട്സ് ഓരോന്നായി കുത്തിയെടുത്ത് വായിലേക്ക് വെക്കുന്നത് ആശ്ചര്യത്തോടെ നോക്കിയിരുന്നു പോയി ആരോഹി. അവന്റെ ഒരു കണ്ണ് തൊട്ടടുത്തിരിക്കുന്ന ഫോണിലാണ്. ഇതുമാത്രം കഴിച്ച വിശപ്പ് തീരുവോ? അവൾ ആലോചനയോടെ അവനെ നോക്കി. ഒരു വേണ ഫോണിലേക്ക് നോക്കിയിരുന്നവന്റെ മിഴികൾ അവളുടേതുമായി കൊരുത്തോ. അവൻ സ്വന്തം പാത്രത്തിലേക്ക് കണ്ണു കാണിച്ച് അവളോട് വേണോ എന്നർത്ഥത്തിൽ ചോദിച്ചു. ആരോഹി വിലങ്ങനെ തലയാട്ടി. ആരോഹി ബാഗിൽ നിന്നും പൊതിയെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു. പിന്നെ പതിയെ പൊതി തുറന്നു. വാട്ടിയ വാഴയിലയിൽ കുത്തരിച്ചോറും ചമ്മന്തിയും മുട്ട വറുത്തതും ചീരത്തോരനും ഉപ്പുമാങ്ങ അച്ചാറുമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അവൾ പൊതി തുറന്നപ്പോൾ ഉണ്ടായ വാസന അക്ഷിതിന്റെ നാസികത്തുമ്പിലും എത്തി നിന്നു. ഒരു വേള അവന്റെ കണ്ണുകൾ ആരോഹിയുടെ ഇലയിലേക്ക് നീണ്ടു. അവൻ ചോദിച്ചതുപോലെ തന്നെ അവളും കണ്ണുകൊണ്ട് ചോദിച്ചു വേണോന്ന്. മറുപടിയായി അവൾ ചെയ്തതുപോലെ വിലങ്ങനെ തലയാട്ടി അവനും. ആരോഹിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കറികളായിരുന്നു അതെല്ലാം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആസ്വദിച്ചാണ് അവൾ ആഹാരം കഴിച്ചത്. സാറിനെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഏറെ നേരമായിട്ടും അക്ഷിതൊന്നും മിണ്ടുന്നില്ലെന്ന് കാണുകെ ആരോഹി കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അവനോട് ചോദിച്ചു. പെട്ടെന്നാണ് അക്ഷിതും അതേപ്പറ്റി ഓർത്തത്. ശരിക്കും പറഞ്ഞാൽ ആഹാരം കഴിക്കാനായി അവളെ ക്യാൻറ്റീനിലേക്ക് വിടാതിരിക്കാൻ വേണ്ടിയാണ് മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞത്. ഒരു വേള എന്തു പറയണോന്നറിയാതിരുന്ന സമയത്താണ് അക്ഷിതിന്റെ ഫോണിലേക്ക്
ഒരു കോൾ വന്നത്. ദൈവദൂതനെ പോലെ ആ സമയത്ത് വിളിച്ചത് മറ്റാരും ആയിരുന്നില്ല, അക്ഷിതിന്റെ അച്ഛനായിരുന്നു. അക്ഷി, അവിടെ എന്താ പ്രശ്നം? നീ അനന്യയെ മറ്റ് സ്റ്റാഫുകളുടെ മുമ്പിൽ വെച്ച് വഴക്കു പറഞ്ഞോ? എന്തിനായിരുന്നു അക്ഷി അതൊക്കെ? നിനക്ക് അവളോട് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ അതവളെ മാറ്റി നിർത്തി പറഞ്ഞാൽ പാടില്ലായിരുന്നോ? അനന്യ പറഞ്ഞതിന്റെ കുറച്ചു ഭാഗങ്ങൾ മാത്രം കേട്ടുകൊണ്ടാണ് അച്ഛൻ ഇപ്പോൾ എന്നോടിങ്ങനെ സംസാരിക്കുന്നതെന്ന് അവന് മനസ്സിലായി. വിരലുകൾ കൊണ്ട് ആരോഹിയോട് ഒരു സെക്കൻഡെന്ന് കാണിച്ചുകൊണ്ട് അക്ഷിത് പതിയെ ഫോണുമായി വിൻഡോയ്ക്കരികിലേക്ക് നീങ്ങി നിന്നു. ആരോഹി കാര്യം മനസ്സിലാവാതെ അക്ഷിതിനെ നോക്കി. അക്ഷിത്, എന്തു പ്രശ്നമായാലും മറ്റുള്ളവർ കേൾക്കെ അത് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അതിനു മുമ്പ് അച്ഛനറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അനന്യ എന്താണ് ചെയ്തതെന്ന്. ഞാൻ വരുന്നതിന് മുമ്പ് എന്റെ PS-നെ കണ്ട് അനാവശ്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അനന്യ പറഞ്ഞ കാര്യങ്ങൾ അതേപടി അക്ഷിത് ആനന്ദിനോട് പറഞ്ഞു. ഒരു വേള അതെല്ലാം കേട്ടപ്പോ അനന്യ വിളിച്ചു പറഞ്ഞതും കേട്ട് സങ്കടത്തോടെ ഇരിക്കുകയായിരുന്നു ഊർമിളയെ. അയാൾ അല്പം ദേഷ്യത്തോടെ നോക്കി. ഫോൺ സ്പീക്കറിലായിരുന്നതുകൊണ്ട് തന്നെ ഊർമിളയും കേട്ടു അക്ഷിത് പറഞ്ഞ കാര്യങ്ങൾ. അക്ഷിത്, എന്തായാലും നിനക്ക് അവളെ അല്പം മാറ്റി നിർത്തി പറയാമായിരുന്നു. ആനന്ദ് അവസാന വാചകം പോലെ അത് പറഞ്ഞപ്പോ അക്ഷിത് ദേഷ്യം നിയന്ത്രിക്കാൻ എന്നതുപോലെ കണ്ണുകൾ അടച്ചു തുറന്നു. അച്ഛ, എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. ദേവി ഇത് കമ്പനിയിൽ നടക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ വീടുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്ന് അച്ഛൻ അനന്യയോട് പറയണം. പിന്നെ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോടാവണം. അല്ലാതെ എന്റെ കാര്യങ്ങൾ മറ്റാരോടും ചെന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമുള്ളതല്ല. അതും പറഞ്ഞുകൊണ്ട് അക്ഷിത് ഫോൺ ദേഷ്യത്തിൽ കട്ട് ചെയ്തു. പിന്നീടെന്തോ അവന് ബാക്കി ആഹാരം കഴിക്കാൻ തോന്നിയില്ല. ഫോണും ഫോർക്കും എല്ലാം, സ്പൂണും ഫോർക്കും എല്ലാം ലഞ്ച് ബോക്സിലേക്ക് വെച്ച് അവനത് അടച്ചു വെച്ചുകൊണ്ട് ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റപ്പോ ആരോഗ്യം വല്ലാതായി. തന്നെ ചൊല്ലിയാണല്ലോ ഈ പ്രശ്നമൊക്കെ നടന്നതെന്ന് ഓർക്കെ അവൾക്കും വല്ലാത്തൊരു മടുപ്പ് തോന്നി. കഴിക്കാനായി കയ്യിലേക്കെടുത്ത ഉരുള അതേപോലെ ഇലയിലേക്കിട്ട് അവൾ ഇല മടക്കാൻ തുടങ്ങിയ സമയത്താണ് അക്ഷിത് അവൾക്ക് മുമ്പിലേക്ക് വന്ന് നിന്നത്. താനെന്താ ആഹാരം കഴിക്കാത്തത്? അത് സാർ, എനിക്ക് മതിയായിട്ടാണ്. അക്ഷിത് അത് പറഞ്ഞപ്പോൾ അക്ഷിത് കയ്യിൽ കിട്ടിയ ടൈം ബാൻഡിലേക്ക് നോക്കി. സമയം ഉച്ചയ്ക്ക് 1:30 പോലും ആയിട്ടില്ല. നോക്കാരോഹി, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയാൽ രാവിലത്തേതുപോലെ വെറുതെ വെള്ളം കുടിച്ച് വൈകുന്നേരം വരെ തള്ളി നീക്കേണ്ടി വരും. എന്തിനാ അതൊക്കെ? താൻ സാവധാനം ആഹാരം കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി. ശബ്ദം പരമാവധി മയപ്പെടുത്തി ആരോഹിയെ നോക്കി പറഞ്ഞതിന് ശേഷം അക്ഷിത് ക്യാബിനിലേക്ക് നടന്നു. അതേ, ജഗന്റെ കഥ എഴുതുന്നതേ ഉള്ളൂ. ഒരു ലോങ് പാർട്ട് ആയതുകൊണ്ടാണ്. ഇന്നില്ലെങ്കിൽ നാളെ കാലത്തെ ഇടാം കേട്ടോ.